എംഇഎം മിനിസ്ട്രീസിൻ്റെ സ്നേഹസന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അനേക ഫോൺ കോൾ ഞങ്ങൾക്ക് വരുന്ന ഇടയായി തീർന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചു. അനേക ബുദ്ധിമുട്ടിൽ, അനേക പ്രയാസത്തിൽ, രോഗത്തിൽ കഴിഞ്ഞ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവ് കൊടുത്ത അനേക അത്ഭുതങ്ങളെക്കുറിച്ച്, വിടുതലിനെക്കുറിച്ച് കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. ദൈവം അനേകരുടെ ജീവിതത്തിൽ വലിയ മിറക്കിൾ ചെയ്തു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിലും ആ മിറക്കിൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേലെ ഇന്ന് പകൽക്കാലം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ സന്മനസ്സുള്ളവരാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആ സർവശക്തൻ നിങ്ങളെ ഇന്ന് ആ ചിറകിന് കീഴിൽ മറക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അല്പസമയം നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ വിചാരത്തെ ഞാൻ ചോദിക്കുകയാണ്. അല്പസമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ ചിന്തകളെ കേൾക്കാം. അതിനുവേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാപ്രവചനം 41 അധ്യായം 10 വാക്യം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇവിടെ പറയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഈ ഞാനെന്ന് പറഞ്ഞ ആരാണ്? യഹോവയായ ദൈവം നമ്മളോട് പറയാണ്, എന്താ പറയുന്നത്? ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഒന്ന്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. 2, നാം ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. പ്രൈസ് ഹല്ലേലൂയ. ഇവിടെ പറയാണ്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. പറയാണ്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതാ. നീ ഭയപ്പെടേണ്ട. നിന്റെ വേദന സാഹചര്യത്തിൽ, നിന്റെ പ്രതികൂല സാഹചര്യത്തിൽ നിന്റെ സഹായകനായി ഞാൻ കൂടെയുണ്ട്. എൻ്റെ ദൈവജനമേ, ഇന്ന് പകൽക്കാലം ദൈവാത്മനിയോഗത്തോടെ ഞാൻ ഒരു കാര്യം പറയാം. ആര് കൂടെയില്ലെങ്കിലും ഞാനെന്ന് പറയുന്ന യേശു കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിന് മേലൊരു പരിഹാരമാണ്, പ്രശ്നങ്ങളുടെ മേലൊരു പരിഹാരമാണ്. യേശു ഉള്ള പടക് ശൂന്യമല്ല, യേശു ഉള്ള പടക് നിറഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്. മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ നിന്റെ പേര് ആരെന്നാ പറയണ്ടേ? അപ്പോൾ മോശയോട് ദൈവം പറഞ്ഞ വാക്ക്, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. പ്രൈസ് ഹല്ലേലൂയ. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. അതിൻ്റെ അർത്ഥം ഹല്ലേലൂയ, അതെ, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം പറയാണ്, ഞാൻ തന്നെ. പ്രൈസ് ഹല്ലേലൂയ. ഞാനല്ലാതെ ഒരു അന്യ ദൈവമില്ല, ഞാനല്ലാതെ ഒരു വ്യക്തിയില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ശ്രദ്ധിക്കണമേ, ഞാനെന്ന് പറയുന്ന യേശു കുഞ്ഞ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ യേശു അല്ലാതെ മറ്റൊരു വ്യക്തിൻ്റെ ജീവിതത്തിലില്ല, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. ഞാൻ തന്നെയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വചനം പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അടുത്ത് പറഞ്ഞു, ഞാൻ എന്താണ്? ഹല്ലേലൂയ. ഞാൻ വലിയ ദൈവമാണ്, ഞാൻ സർവശക്തന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പകൽക്കാല പറയാണ്, ഞാൻ വാതിലാകുന്നു. പ്രൈസ് ഹല്ലേലൂയ. ഒത്തിരി ഞാൻ എന്ന് പറയുന്ന പദത്തെക്കുറിച്ച് ദൈവാത്മാവ് ഒത്തിരി കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് വ്യക്തം എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഇന്ന് പകൽക്കാലം പറയുന്നു, ഞാൻ എന്താണ്? ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രൈസ് ഹല്ലേലൂയ. പാപത്തിൽ മരിച്ചു കിടക്കുന്ന നീ, ഹല്ലേലൂയ, ദൈവാത്മ നിയോഗപ്രകാരം നിന്റെ അകത്തേക്ക് യേശുവിന്റെ ശക്തി ഇറങ്ങിയാൽ നിനക്കൊരു ജീവന്റെ പുതുക്കം വരികയാണ്. ഇവിടെ പറയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവദാസനെ, നിന്നെ വിളിച്ച പ്രസ്ഥാനക്കാരോ നിനക്ക് കൈത്താങ്ങ തരുവാൻ ആരുമില്ലെങ്കിലും നീ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. സ്വന്തക്കാരോ ബന്ധുക്കാരോ നിനക്ക് പറയാൻ ഒത്തിരി പേര് കാണാം, ഒത്തിരി ദൈവദാസന്മാർ നിനക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് കാണാം. പക്ഷെ കുഞ്ഞെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇവരെല്ലാം കൂടെ നിൽക്കാമെന്ന് പറയത്തേ ഉള്ളൂ. ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളും വരുമ്പോൾ ഇവരെല്ലാം നമ്മളിൽ നിന്ന് അകന്നു മാറും. നിന്റെ കഷ്ടത കാണുമ്പോൾ നിന്റെ കൂടെ എപ്പോഴും നിന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് നിന്റെ കൂടെ നിൽക്കുന്നവൻ,
ഹല്ലേലൂയ, നിനക്കൊരു പരാജയ മേഖല വരുമ്പോൾ, ഒരു സാമ്പത്തിക കടഭാരം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു മാറാ രോഗം വന്നാൽ ഈ പറയുന്ന വ്യക്തിയെല്ലാം നിന്നും അകന്നു മാറും. പ്രൈസ് ഹല്ലേലൂയ. 2, നിനക്ക് കൈത്താങ്ങ് തരാമെന്ന് പറഞ്ഞ് നിന്റെ കൂടെ നിൽക്കുന്ന പലരും നിന്റെ ഉയർച്ച കാണുമ്പോഴോ അല്ലെങ്കിൽ നിന്റെ വളർച്ച കാണുമ്പോഴോ അവർ അസൂയ കൊണ്ട് നിന്നും അകന്നു മാറി എന്ന് വരാം. പക്ഷെ യേശു മാറത്തില്ല. ഇവിടെ പറയാണ്, ഹല്ലേലൂയ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിന്റെ കൂടെ ഒരുവനുണ്ട്, അവൻ മറ്റുള്ളവനേക്കാൾ വലിയവനാ. വലിയവൻ നിന്റെ കൂടെയുണ്ട്. ആ വലിയവൻ യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രശ്നം വരുമ്പോൾ നീ പതറേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നിന്റെ ബലമുള്ള കയ്യാൽ ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഭയപ്പെടാതെ ആ യേശു കർത്താവിന് വിശ്വസിക്കാൻ കഴിയുമോ? നിന്റെ ഭയത്തെ മാറ്റുവാൻ, നിന്റെ പ്രശ്നത്തെ മാറ്റുവാൻ ആ യേശുവിന് കഴിയും. നീ പോകുമ്പോൾ നിന്റെ കൂടെ യേശു വരും. നീ നടക്കുമ്പോൾ നിന്റെ നടക്കുന്നതിന്റെ കൂടത്തിൽ ആ യേശു വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം കൂടെയുണ്ടെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പല സന്ദർഭത്തിലും നാം ദൈവത്തിൽ നിന്ന് അകന്നകന്ന് മാറുന്ന അവസ്ഥയുണ്ട്. നിന്ന പകൽക്കാലം ദൈവം പറയും, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നിന്നെ വിളിച്ച പലരും അകന്നു മാറി കാണാം. നീ വിശ്വാസത്തിൽ കൊണ്ടുവന്ന പലരും നിന്ന് അകന്നു മാറി കാണാം. ഹല്ലേലൂയ. നിന്റെ പിതാവും മാതാവും സഹോദരങ്ങളോ ചില സന്ദർഭത്തിൽ നിന്ന് അകന്നു മാറി കാണാം. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ജനം നിന്റെ കൂട്ടത്തിൽ കാണാം. പക്ഷേ ഹല്ലേലൂയ, ഒരു കാര്യം ഓർത്തോണം, നീ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇവിടെ പറയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട. പ്രൈസ് ഹല്ലേലൂയ. കാരണം ഞാൻ നിന്റെ കൂടെ, നീ ഭ്രമിച്ചു നോക്കേണ്ട കാര്യമില്ല. നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ വരുന്നവനാണ് യേശു കർത്താവ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നീ ഒത്തിരി വിഷയത്തിൽ നെടുവീർപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഒത്തിരി വിഷയത്തിൽ ഭയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഒത്തിരി വിഷയത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഭ്രമിച്ചു നോക്കുന്ന വ്യക്തിയായിരിക്കാം. നീ ഭ്രമിക്കണ്ട. യേശു നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. യേശുവിനെ ശക്തീകരിക്കുന്നവനാണ്, യേശുവിനെ സഹായിക്കുന്നവനാണ്. ഹല്ലേലൂയ. അതേ, ആ ദൈവാത്മാവിനെ പറയാണ്, ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. അത് 43 യെശയ്യാപ്രവചനം 43 പറയാണല്ലോ, ഹല്ലേലൂയ, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നീ വെള്ളത്തിൽ കൂടി നടന്നാലും തീ കൂടെ നടന്നാലും എന്താണ്, നിനക്കൊന്നും സംഭവിക്കത്തില്ല. ഞാൻ നിന്റെ കൂടെ ഇരിക്കും. പ്രൈസ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാൻ നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവ് സർവശക്തനാണ്. നമ്മുടെ കൂടെ ഇരിക്കുന്നതും സർവ്വവ്യാപിയാണ്. അവൻ സർവജ്ഞാനിയാണ്. പ്രൈസ് ഹല്ലേലൂയ. ഓർത്തോണമേ, യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്ന് പകൽ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. ആര് കൂടെയുണ്ടോ കൂടെയില്ലയോ വിഷയമല്ല. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, 2 3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യയുണ്ട്. 2 പേർ ഐക്യപ്പെട്ട് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് മറുപടിയുണ്ട്. കാരണം ഞാൻ അവിടെ ഇറങ്ങി വരും. പ്രൈസ് ഹല്ലേലൂയ. യേശു നിന്റെ ഇരിപ്പിടത്തിൽ നീ ഇരിക്കുന്നിടത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ ആ യേശു മതിയായവനാണ്. ആ യേശു സർവശക്തനാണ്. ആ യേശു പ്രതികൂല സാഹചര്യത്തിൽ ഓടിപ്പോകുന്നവനല്ല. പ്രശ്നം വരുമ്പോൾ ഓടിപ്പോകുന്നവനല്ല. പ്രതികൂലം വരുമ്പോൾ ഓടിപ്പോകുന്നവനല്ല. ദുഃഖം വരുമ്പോൾ ഓടിപ്പോകുന്നവനല്ല. ദുഃഖം വരുമ്പോഴും പ്രതികൂലം വരുമ്പോഴും നിന്ന് ഓടി മറയുന്ന ഒത്തിരി പേര് കാണാം. സ്വന്തക്കാരെ, ബന്ധുക്കാരെ, ദൈവദാസന്മാരെ കാണാം. പക്ഷേ ഹല്ലേലൂയ, എൻ്റെ യേശു പറയുകയാണില്ല, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. പ്രൈസ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയും യേശുവിൻ്റെ കൂടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഏത് നിന്റെ രോഗമാണോ, നീ പറ, യേശുവിൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടത്തില്ല. പ്രശ്നമാണ്, നീ പറ, യേശുവിൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടത്തില്ല. എനിക്ക് വിഷയം വന്നുകൊള്ളട്ടെ, എനിക്ക് വിഷയമല്ല, കാരണം എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. യേശു കൂടെയുണ്ടെങ്കിൽ ഏത് വിഷയമാണോ ആ വിഷയത്തിന് മറികടക്കാൻ കഴിയുന്നവൻ യേശു കർത്താവ്. പ്രൈസ് ഹല്ലേലൂയ. നോക്കണമേ, ഇസ്രായേൽ മക്കൾ ഒത്തിരി ഹല്ലേലൂയ വലഞ്ഞ് ഒത്തിരി പ്രയാസപ്പെട്ടപ്പോൾ ഹല്ലേലൂയ അവർക്ക് വേണ്ടി യേശു കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെ കൂടെ നടക്കാനിടയായി തീർന്നു. അവർ ചോദിച്ച അതേ മേഖലയിൽ, അവർ ചോദിച്ച അതേ സാഹചര്യത്തിൽ, അവർ നിലവിളിച്ച അതേ വേളയിൽ മോശ ദൈവത്തോട് ഏതെല്ലാം നിലവിളിച്ചോ അപ്പോഴെല്ലാം യേശു ഹല്ലേലൂയ, യഹോവ ദൈവം, അത് ഞാനെന്ന് പറയുന്ന യഹോവ ഹല്ലേലൂയ മോശയുടെ കൂടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. നാം വായിക്കുന്ന ഇപ്രകാരമാണ്, ഇസ്രായേൽ മക്കൾ അവരുടെ യാത്രയിൽ
അവർക്ക് വിശന്നു, അവർ വളരെ വലഞ്ഞു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴല്ലോ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ, മരുഭൂമി, അതേ ഭൂമി അടിത്തട്ട് കിടക്കുന്ന, വെള്ളത്തിന്റെ അടിത്തട്ട് കിടക്കുന്നതായ ലിവ്യാഥാന്റെ തലയെ തകർത്ത് പ്രൈസലോ അവിടെ ഹല്ലേലൂയ ജനത്തിന് വേണ്ടി കാടപ്പക്ഷി കൊടുക്കാൻ തയ്യാറായി. സാധനം എന്ത് കിട്ടിയാലും അത് പിടിച്ച് അതേ ഹല്ലേലൂയ വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്ന അതേ ലിവ്യാഥാനെ, അതേ തിമിംഗലത്തെ അതിനെ പൊക്കിയെടുത്ത് അതിൻ്റെ തലയുടച്ച് അതിന് ചിറക് പിടിപ്പിച്ച് അതിൻ്റെ മാംസത്തിന് ചിറക് പിടിപ്പിച്ച് കയ്യെത്താൻ ദൂരത്തേക്ക് ഹല്ലേലൂയ നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുക. അത് ദൈവജനമേ ഹല്ലേലൂയ, വിഷയം നിന്നെ ഭാരപ്പെടേണ്ട, പ്രതികൂലത്തിൽ നീ ഭാരപ്പെടേണ്ട. നിന്റെ മുമ്പിൽ ആ വിഷയത്തിന് മറുപടി വരുന്നവൻ മുമ്പിലുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. നാം വായിക്കുന്ന പ്രകാരമാണ് ഹല്ലേലൂയ എൻ്റെ തലയെ തകർത്ത് അത് കാടപ്പക്ഷിയെ അവർക്ക് കയ്യെത്തി പിടിക്കുക, അവരുടെ മോളിക്കറി പിടിക്കണ്ട, കയ്യെത്തിപ്പിടിക്കാൻ ദൂരത്തേക്ക് എത്തിച്ചു കൊടുക്കുവാൻ അവൻ ശക്തനാ. പ്രൈസ് ഹല്ലേലൂയ. 2 നാം വായിക്കുന്ന പ്രകാരമാണ് മന്നയും കാടപ്പക്ഷിയും മന്ന അവർക്ക് പൊഴിച്ചു കൊടുത്തു. അതിൽ പറന്നുകൊണ്ടിരിക്കുന്ന കാടപ്പക്ഷിയും ഉയരത്തിനകത്തുനിന്ന് ഉയരത്തിന്ന് വരുന്നതായ ആ ഹല്ലേലൂയ ആ മന്നയും കൊടുത്ത് ദൈവം വരെ പോഷിപ്പിക്കുക. കുഞ്ഞെ, നിനക്ക് വേണ്ടി പ്രതീക്ഷിക്കാത്ത വഴി തുറന്ന് പ്രതീക്ഷിക്കാത്ത മേഖലയിൽ അടഞ്ഞ മേഖലയിൽ അല്ല എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ, എല്ലാ പ്രതീക്ഷയും മാറി നിൽക്കുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു പോയ മേഖലയിൽ അല്ല നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ ആ ദൈവമായ കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി മതിയായവനാണ്. ഹല്ലേലൂയ. ആ യഹോവ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്നവനാണ്. അവന്റെ ബലമുള്ള കരം നിന്റെ കൂടെയുണ്ട്. നീ ഭ്രമിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത പറയാൻ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇവിടെ പറയാണ് ഞാൻ നിന്റെ ദൈവമാകുന്നു. 1, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അടുത്ത പറയാണ് ഞാൻ ആരെന്ന് നിനക്കറിയാമോ? ഈ കൂടെയുണ്ടെന്ന് പറയുന്നവൻ, ശ്രമിക്കേണ്ടെന്ന് പറയുന്ന ആരെന്ന് നിനക്കറിയാമോ? ഞാൻ നിന്റെ ദൈവമാ. പ്രൈസ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കും ദൈവം പറയാണ് ഹല്ലേലൂയ, നീ ശ്രമിക്കേണ്ടെന്ന് പറയണമെങ്കിൽ, നീ കൂടെ ഉണ്ടെന്ന് പറയണമെങ്കിൽ, അത് പറയുന്ന യോഗ്യനായ അല്ല സർവശക്തനായ യഹോവ പറയുന്നു ഞാൻ നിന്റെ ദൈവമാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ ദൈവമായ യഹോവ പറയുകയാണ് നീ ഭാരപ്പെടേണ്ട, നിനക്കൊണ്ട് പ്രവർത്തിപ്പാൻ കഴിയും. പ്രൈസ് ഹല്ലേലൂയ. നീ നിരാശപ്പെടേണ്ട. അടുത്ത ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ താങ്ങും. പ്രൈസ് ഹല്ലേലൂയ. നീ വീഴേണ്ട സാഹചര്യത്തിൽ, നീ വീണു പോകേണ്ട മേഖല വരുമ്പോൾ, അല്ലെങ്കിൽ തകർന്നു പോകുന്ന മേഖല വരുമ്പോൾ ജനമെല്ലാം പറയും അവൻ തകർന്നു പോയി, അവൻ താളടിയ എന്ന് പറയുമ്പോൾ, ഇല്ല, ദൈവം പറയും ഇല്ല, അവൻ തകർന്നിട്ടില്ല, അവൻ എൻ്റെ കയ്യില. പ്രൈസ് ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് ലോകം മുഴുവൻ പറയും തകർന്ന് പറയുമ്പോൾ, നീ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളില്ല കുഞ്ഞെ, നീ ഭാരപ്പെടേണ്ട, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. പ്രൈസ് ഹല്ലേലൂയ. ഇവിടെ പറയാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. നീ വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കാൻ കഴിയുമോ? നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിന്റെ പ്രതികൂലത്തിന് മധ്യ പ്രവർത്തിക്കുവാൻ, നിന്റെ പ്രശ്നങ്ങളുടെ മധ്യ പ്രവർത്തിക്കുവാൻ, നിന്റെ രോഗത്തിന് മധ്യ പ്രവർത്തിക്കുവാൻ. നിന്റെ ഭാര്യ രോഗിയാണോ? ഭർത്താവ് രോഗിയാണോ? കുഞ്ഞു രോഗിയാണോ? അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാർ രോഗിയാണോ? നീ പല വിഷയത്തിൽ ഞെരുങ്ങുന്ന വ്യക്തിയാണോ? ദൈവം പറയാം അല്ല, ദൈവം നിന്റെ കൂടെയുണ്ട്. നീ ശ്രമിക്കണ്ട, നിന്റെ വിഷയ പരിഹാരം തരുവാൻ ആ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ ആ യേശുവിനെ? ഒന്ന് ഹല്ലേലൂയ ഹൃദയത്തിൽ ധ്യാനിക്കാൻ കഴിയുമോ യേശുവിനെ? ഇവിടെ പറയണം ഞാൻ നിന്റെ നീതിയുള്ള എന്താണ്? എൻ്റെ നീതിയുള്ള വലം കൈയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനീതിയുള്ള കൈയുണ്ടല്ല. ഈ ലോകത്തിലെ ജനങ്ങളുടെ അനീതി പ്രവർത്തിക്കുമ്പോൾ, ആ തിന്മ പ്രവർത്തിക്കുന്നതല്ല എൻ്റെ കർത്താവ്, നന്മ പ്രവർത്തിക്കുന്ന. പ്രൈസ് ഹല്ലേലൂയ. നിനക്ക് ഹല്ലേലൂയ നിന്റെ വിഷയത്തിൻ്റെ കൂടെ നടക്കുന്ന അടിപ്പാറ പണിയുമ്പോൾ, ഹല്ലേലൂയ നിന്നെ തകർത്തു കളയുവാൻ പല മേഖല ഒരുക്കുമ്പോൾ നോക്കണമേ, ഇവിടെ പറയാണ് ഞാൻ എൻ്റെ വലം കൈ നീതിയുള്ള കയറത്താൽ നിന്നെ താങ്ങുകയാ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സ്നേഹിത, നീ വീഴാതെ താങ്ങുന്ന ഒറ്റ കരമേ ഈ ലോകത്തുള്ളൂ. അത് യേശുവിൻ്റെ കരം മാത്രമാ. ഹല്ലേലൂയ. ഈ കരം നിന്നെ തള്ളിക്കളയത്തില്ല. അതെ, നിന്നെ ഉപേക്ഷിക്കുന്ന കരമല്ല, നിന്റെ കൂടെ നിൽക്കുന്ന ഒറ്റ കരമേ ഉള്ളൂ. അത് യേശുവിൻ്റെ കരമാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ കരം നിന്റെ കൂടെയുണ്ട്. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിലുണ്ട്, നിന്റെ മേഖലയുണ്ട്. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിന് നടുവിൽ ആ കരം ഇറങ്ങി വരാൻ പോകുക, ആ കരം പ്രവർത്തിക്കാൻ പോകുക, ആ കരം ഹല്ലേലൂയ അത്ഭുതം ചെയ്യാൻ പോകുക. വിശ്വസിക്കാൻ കഴിയുമോ? ആ നീതിയുള്ള വലം കരം നിന്നെ താങ്ങുക. പ്രൈസ് ഹല്ലേലൂയ. പകൽക്കാലം യഹോവ നിന്നെ താങ്ങാൻ പോവുകയാണെന്നേ. ഹല്ലേലൂയ. വചനം പറയുന്നത് ഞാൻ താങ്ങുന്ന ദൈവം. പ്രൈസ് ഹല്ലേലൂയ. യഹോവ നമ്മളെ താങ്ങുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവിന് കഴിയും.
ഹല്ലേലൂയ. ഇവിടെ പിന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ഹല്ലേലൂയ. ഞാൻ നിന്നെ സഹായിക്കും. പലപ്പോഴും പല മേഖലയിൽ നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞ പലരും നമ്മളെ ഹല്ലേലൂയ പുറംകാലുകൊണ്ട് തള്ളിക്കളയുമ്പോൾ, സഹായിക്കാമെന്ന് പറഞ്ഞ്, നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ്, അല്ലെ നിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് പലരും അത് നിന്നെ സഹായിക്കാറ് ഹല്ലേലൂയ പല മേഖലയിൽ നിന്ന് തട്ടിക്കളയുമ്പോൾ, കുഞ്ഞേ നിനക്ക് സഹായകനായ യേശുവുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്നത്, മനുഷ്യരാശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. മനുഷ്യനാശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. നിന്റെ സഹായമായി ഒരുവനേ ഉള്ളൂ, അത് യഹോവ മാത്രമാ. നീ മനുഷ്യനേക്കാൾ കൂടുതലായി യഹോവയെ സഹായം ചോദിക്കുന്നെങ്കിൽ, സഹായകനായി ഹല്ലേലൂയ നിന്റെ പ്രതീക്ഷ അതെ അസ്തമിച്ച സമയത്തും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ സഹായിക്കുന്ന യഹോവ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീ ഒരിക്കലും ഒരിക്കലും അസാധ്യം ചിന്തിക്കേണ്ട, അത് പരാജയം ചിന്തിക്കേണ്ട. നിനക്ക് സഹായകനായി, നിനക്ക് ഹല്ലേലൂയ ഈ 2015 നിനക്ക് സഹായകനായി ആ യേശു ഇറങ്ങി വരാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. നിനക്ക് പ്രതികൂലമായ മേഖലയിൽ നിനക്ക് സഹായകനായി, നിന്റെ രോഗത്തിന്റെ മേഖലയിൽ നിനക്ക് സഹായകനായി, ശുശ്രൂഷ മേഖലയിൽ നിനക്ക് സഹായകനായി, നിന്റെ കടഭാര സമയത്ത് സഹായകനായി, കുടുംബ പ്രശ്ന സമയത്ത് സഹായകനായി, ഹല്ലേലൂയ എല്ലാ പ്രതികൂല മേഖലയിലും സഹായകനായി, നിന്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന മേഖലയിൽ നീ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ചിന്തിക്കുന്ന വ്യക്തിയാണോ, നിനക്ക് സഹായം യേശു വരുമെന്ന്. നിന്റെ കുഞ്ഞിന്റെ ഭാവിയോർ നീ കരയുന്ന വ്യക്തിയാണോ, നിനക്ക് സഹായം യേശു ഉണ്ട്. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ കെട്ടിക്കും, എൻ്റെ സാമ്പത്തികമില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന വ്യക്തിയെ ദൈവം പറയുന്നു, നിനക്ക് സഹായകനായി യേശു ഇറങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കാൻ കഴിയുമോ? യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം ആ യേശുവിൻ്റെ കരം കുറുകെട്ടില്ല, ആ യേശുവിൻ്റെ കരം കുറുകെട്ടില്ല. ഇന്ന് പകൽ ആ യേശു നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകും. സഹോദര, പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുക. പ്രിയ മാതാവേ, നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുക. അല്ല പ്രിയ പിതാവേ, നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുക. ഹല്ലേലൂയ. സഹായത്തിന് ആരുമില്ലെങ്കിലും എല്ലാവരും ഹല്ലേലൂയ കണ്ടിട്ടും കാണാത്തവരെ പോലെ മാറിപ്പോയാലും എൻ്റെ യേശു മാറിപ്പോകത്തില്ല. നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന, നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരൊറ്റ നല്ല സ്നേഹിതനുണ്ടെങ്കിൽ അവൻ്റെ യേശു മാത്രം. പ്രൈസ് ഹല്ലേലൂയ. നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്ത്, ഹല്ലേലൂയ നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ ഉരിഞ്ഞു വെച്ചതായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ദൈവമായ യഹോവയല്ലേ, ആ യേശു കർത്താവല്ലേ? അങ്ങനാണെങ്കിൽ ഹല്ലേലൂയ ആ യേശു കർത്താവ് നിന്നെ സഹായിക്കാതിരിക്കുമോ? നിന്നെ കൈവിടുന്ന ദൈവമാണോ? നിന്നെ കൈപിടിക്കാതിരിക്കുമോ? നിന്നെ കൈപ്പിടിച്ച് നടത്തുവാൻ ആ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, നിന്റെ ബലം ക്ഷയിച്ചു പോകാം. ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന കർത്താവാണ്. നിനക്ക് ബലമില്ലാതെ ഇരിക്കുന്ന മണ്ഡലത്തിൽ ആത്മീയമായും ഭൗതിക മേഖലയിലും ശക്തി ക്ഷയിപ്പിക്കുവാൻ സഹോദരങ്ങളെ നോക്കുമ്പോൾ, നിന്നെ ബലപ്പെടുത്തുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നിന്നെ ശക്തീകരിക്കുന്നവൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. അവൻ ഞാൻ നിന്നെ ശക്തീകരിക്കും. നിനക്ക് ശക്തി ക്ഷയിച്ച മേഖലയിൽ ശുശ്രൂഷ നിനക്ക് വളരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നീ ശക്തി ക്ഷയിപ്പിക്കുവാൻ പലരും നോക്കുമ്പോൾ, നിന്നെ ഇടിച്ചിരുത്തുവാൻ പലരും നോക്കുമ്പോൾ, ഇത് യേശു കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ സഹായിക്കുന്നവനാണ്, നിന്നെ ശക്തീകരിക്കുന്നവനാണ്, നിന്നെ ശക്തിപ്പെടുത്തുവാൻ ആ യേശു നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നോക്കണമേ, ഈ ശക്തിപ്പെടുത്തണമെന്ന് പറയണമെങ്കിൽ ഇവൻ്റെ കയ്യിൽ ശക്തിയുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. നോക്കണമേ, യേശു ശക്തിയുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വചനം പറയുന്ന ഹല്ലേലൂയ, അവൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരിപ്പിൻ. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് തന്നെ ശക്തി പകരുവാൻ കഴിയുന്നവനാണ്. പ്രൈസ് ഹല്ലേലൂയ. അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്ന് അത് എഴുത്തുകാരൻ പറയുന്നത്. നോക്കണമേ, അവൻ്റെ ഹല്ലേലൂയ അളവറ്റ വലിപ്പം എന്താണെന്ന് അളക്കാൻ കഴിയാത്തൊരു ശക്തി പ്രൈസ് ദി ലോർഡ് ദൈവം നിന്റെ മേൽപ്പാകത്തിനുണ്ട്. ദൈവത്തിൻ്റെ ശക്തി ആർക്കും അളക്കാൻ കഴിയത്തില്ല. അത് പറയാൻ കാരണം അവൻ ശക്തിയുള്ളവനാണ്. കാലം ദൈവശക്തി നിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. ദൈവശക്തി നിന്റെ അകത്തുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് നിന്റെ പ്രതികൂലങ്ങളുടെ മധ്യേ ഉയർപ്പിക്കാൻ കർത്താവിന് കഴിയും. കാരണം ഹല്ലേലൂയ ഈ ശക്തി പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്, ഉയർപ്പിൻ്റെ ശക്തിയാണ്. ക്രിസ്തുവിനെ മരിച്ചിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവ് നിന്നെ ഉയർപ്പിക്കാൻ ശക്തനാണ്. നിന്റെ പ്രശ്നങ്ങളുടെ മധ്യ നിന്നെ ഉയർപ്പിക്കുവാൻ, പ്രതികൂലങ്ങളുടെ മധ്യ നിന്നെ ഉയർപ്പിക്കുവാൻ, താണ മേഖല നിന്ന് ഉയർപ്പിക്കുവാൻ, നിന്റെ പരാജയം മേഖല നിന്ന് ഉയർപ്പിക്കുവാൻ ഈ ശക്തിക്ക് കഴിയും. അതുകൊണ്ട് ഇന്ന പകരം നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിന്റെ കൂടെ യഹോവയുണ്ട്.
പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എന്നെ കരുതാൻ ആരുമില്ലല്ലോ, എല്ലാവരും എന്നെ കൈവിട്ടല്ലോ, എന്നെ താങ്ങാൻ ആരുമില്ലല്ലോ എന്ന് വിചാരപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് നിൻ്റെ വിചാരങ്ങളെ മാറ്റിവെക്ക്. നിന്റെ താങ്ങാൻ യേശുവില്ലയോ? നിന്റെ കൂടെ നടക്കാൻ യേശുവില്ലയോ? നിന്റെ പരാജയത്തിൽ നിന്ന് വിജയത്തിൽ നടക്കാൻ യേശുവില്ലയോ? അതുകൊണ്ട് ആ യേശുവിന് അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയുമോ? ആ യേശുവിനൊന്ന് പൂർണ്ണമായി സമർപ്പിക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കാൻ ഇടയായി തരും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകരം നിങ്ങൾക്ക് കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. നിങ്ങളുടെ ഏത് മേഖലയാണോ, നിങ്ങൾക്ക് രോഗമാണോ, ആ രോഗമുള്ള ഭാഗത്ത് കരമൊന്ന് വെച്ച് ഇന്ന് യേശുവിൻ്റെ ശക്തിന് വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ആ രോഗമുള്ള മേഖല എവിടാണോ അവിടെ നിന്ന് കരം വെച്ച് യേശുവിൻ്റെ ശക്തി ഹല്ലേലൂയ നിന്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കാൻ പോകുക. യേശുവിൻ്റെ ശക്തിന് മേൽ പുറപ്പെടാൻ പോകുക. ഹല്ലേലൂയ. പ്രശ്നമാണോ, നീ പറ എൻ്റെ പ്രശ്നം ഇന്നതാണെന്ന്. ഇപ്പോൾ യേശു കർത്താവ് ആ പ്രശ്നത്തിന് മധ്യേ പ്രവർത്തിക്കാൻ പോകുക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവേ, പലവിധ പ്രയാസത്താൽ രോഗദുഃഖത്താൽ ഈ ജനം കർത്താവേ അത് ബുദ്ധിമുട്ടുന്നുണ്ട്. കർത്താവ് എന്നെ കാണും ജനങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗഭാഗത്ത് ഒരു കരം വെച്ചിരിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ആ കരം വെച്ച ഭാഗത്ത് ഏകോടെ ശക്തി ഇറങ്ങി അവർ രോഗം അപ്രത്യക്ഷമാകട്ടെ. ഹല്ലേലൂയ. അവരുടെ എല്ലാ ബലഹീനത അപ്രത്യക്ഷമാകട്ടെ. അതേ കർത്താവിൽ ഏതെല്ലാം രോഗമാണോ, ക്യാൻസറാണോ, അത് അപ്രത്യക്ഷമാകട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, ആ സഹോദരന്റെ മേൽ, ആ സഹോദരന്റെ മേൽ, ആ മാതാവിൻ്റെ മേൽ ആ ദൈവശക്തി ഇറങ്ങട്ടെ. ആ പിതാവിന്റെ മേൽ ആ ശക്തി ഇറങ്ങട്ടെ. കർത്താവേ, ഹല്ലേലൂയ. രോഗത്തിന്റെ കെടുതിൽ കിടക്കുന്നതായ, രോഗത്തിന്റെ കിടപ്പിൽ കിടക്കുന്നതായ ആ കിടക്കുന്ന വ്യക്തിയെ യേശു സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ സൗഖ്യത്തിന്റെ കരം ആ സഹോദരന്റെ മേൽ ഇറങ്ങട്ടെ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ ഹർണിയ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നാളുകളായി വളരെ ബുദ്ധിമുട്ടി കഴിയുന്നതായ ആ രോഗനിമിത്തം ജോലി ചെയ്യാൻ കഴിയാതെ വളരെ അസ്വസ്ഥപ്പെടുത്തുന്നതായ വ്യക്തി യേശു നാമത്തിൽ ദൈവം സൗഖ്യമാക്കുക. കുഞ്ഞ് യേശു ഇപ്പോൾ സൗഖ്യമാക്കുക. ആ ശക്തിൻ്റെ മേൽ ഇറങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നന്ദി പറയുന്നു. ഈ ജനത്തെ കർത്താവ് വിടുവിച്ചിരിക്കാൻ നന്ദി പറയുന്നു. യേശു നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങൾ വെളിപ്പെടാനിടയായി തീരും. നിങ്ങളുടെ എന്ത് വിഷയമാണോ, ഏത് പ്രശ്നത്തിനും പരിഹാരം ക്രിസ്തുവാണ്. ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കും. നിശ്ചയമായി നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക. യഹോവ നിങ്ങളെ സഹായിക്കട്ടെ. യഹോവ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.